അല്ല അല്ല, ഒരു സീരിയസ് ടൈപ്പ് ഒരിതാണ്, സീരിയസ് ക്യാരക്ടറാണ്. കോമഡി ഫൺ എലമെന്റ്സ് ഉണ്ട്. അത് ഈ ഒരു ചെറുപ്പ കാലഘട്ടത്തിൽ കുറച്ച് ഫൺ പരിപാടികളാണ്. കോളേജ് കാലഘട്ടമാണ്. അവിടെയാണ് പ്രണയവും ചെറിയ കോമഡിയും പരിപാടിയും. അതെ, അത് എനിക്കല്ല, പടം ഒരു രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യുന്നൊരു സിനിമയാണ്. അതൊരു പടം അങ്ങോട്ട് മൂവ് ചെയ്യും തോറും കുറച്ച് സീരിയസ് ഇഷ്യൂസിലേക്കാണ് പോകുന്നത്. പറയാൻ പറ്റൂല, ഇപ്പോഴത്തെ കാലഘട്ടല്ലേ, എന്ത് നമ്മള് പേടിയൊന്നുമില്ല. നല്ലതാണ്. നെഗറ്റീവ്സ് എപ്പോഴും ഇപ്പം ഈ പറഞ്ഞ പോലെ ട്രോൾസ് ആണല്ലോ ഇപ്പം കൂടുതലും. നല്ലതാണ്, കാരണം നമുക്കൊരു വീണ്ടും റീതിങ്ക് പരിപാടികളൊക്കെ നെഗറ്റീവ്സ് ആണ് ഒരു പക്ഷെ നമ്മളെ വളർത്തണത് എന്നാണ് എൻ്റെ ഒരു ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതെ, ഇതിന്റെ പ്രൊമോഷനുമായിട്ട് ഡയറക്ടറിന്റെ പേര് വെക്കാതെ വന്നപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമന്റുകളാണ് വന്നിരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? പ്രൊമോഷന്റെ ഭാഗമാണോ? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഇല്ല, ഞാൻ കൂടുതൽ ഇങ്ങനെ കമന്റ്സ് കാര്യങ്ങൾ അങ്ങനെ ആക്റ്റീവാണ്. എന്നാലും അങ്ങനെ ഈ ആർക്ക് എന്തും പറയാം, 4 ചുവരിൻ്റെ അകത്ത് പോയിരുന്ന ആർക്ക് എന്ത് വേണേൽ എഴുതി വിടാം. അതല്ലല്ലോ നമ്മൾ ആ ഒരു ഇപ്പം എന്താ പറയാ, ഒരു സോഷ്യൽ ഇഷ്യൂസിനെ പറ്റി ചർച്ച ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും ഇതിന്റെ അകത്തിരുന്ന് ഫോണിൽ ടൈപ്പ്, അല്ലാണ്ട് ഇറങ്ങി ഇതിലാരും പ്രവർത്തിക്കണില്ല. ആർക്ക് എന്ത് വേണം പറയാം. ഇപ്പൊ ഉള്ളിൽ തോന്നണ ആർക്ക് എഴുതി വിടാം എന്നുള്ളൊരവസ്ഥയാണ്. അതിലൊരു കാര്യമില്ല. അതെ, അതാണ്. സ്വന്തമായിട്ട് ഒരു അഭിപ്രായം പറയാനോ നേരെ വന്നിരുന്ന് ഇതിനെപ്പറ്റി ഒരു ചർച്ച നടത്താനൊന്നും ഇല്ല. സ്ക്രിപ്റ്റ് ഫുള്ള് വായിക്കും, പിന്നെ അതെ, ഓൾമോസ്റ്റ് അങ്ങനെയാണ്. കാരണം നമുക്ക് എന്നാലും നമുക്കറിയാൻ പറ്റുള്ളൂ. അല്ല, നമുക്ക് ഇപ്പം വിശ്വാസം, നമ്മൾ മുമ്പ് വർക്ക് ചെയ്തുള്ളവര്, ഇപ്പം മിഥുനൊക്കെ അല്ലെ വിനീതേട്ടനൊക്കെ ആണെങ്കിൽ നമ്മളൊന്നും ചോദിക്കില്ല. കാരണം നമുക്ക് അറിയാം നമ്മളെ അവരെന്തായാലും അങ്ങനെ ഒരു ഇതിൽ നമ്മൾ പ്ലേസ് ചെയ്യൂ എന്നൊരു വിശ്വാസമുണ്ട്. അവർ ട്രസ്റ്റാണ്. അതെ അതെ, പഴയ പോലെ തന്നെ, മാറ്റങ്ങളൊന്നുമില്ല. ഇന്നലെ ഞങ്ങള് 50 വർഷം 50 പോട്ടെ അല്ല, ഞാൻ നേരത്തെ നാസറൊക്കെ പറഞ്ഞിട്ട് പുള്ളി 50 years ആയിന്ന് പറഞ്ഞു. അതാ പെട്ടെന്ന് 14 വർഷമായി ഇന്നലെ വന്നിട്ട്. ഇന്നലെ ജൂലൈ 16, 14 വർഷം മുമ്പ് ഈ ജൂലൈ 16 മലർവാടി റിലീസ്. നമ്മളിപ്പം റീസെന്റ് വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയല്ലോ, അപ്പൊ അതിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു റീയൂണിയൻ പരിപാടികളായിരുന്നു. ഒരു വിനീത് ശ്രീനിവാസൻ അവഞ്ചേഴ്സ് പുള്ളി ചെയ്ത പടങ്ങളിലെ എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു. അതിപ്പോ ഞാൻ പറഞ്ഞാൽ താങ്കൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഒരു ഡയറക്ടേഴ്സ് ആക്ടറാണോ അതോ? ഓഫ് കോഴ്സ് അല്ലല്ല, ഡയറക്ടേഴ്സ് ആക്ടറാണ് പുള്ളി. അപ്പം ഞാൻ ആഗ്രഹം കൊണ്ട് സിനിമയിൽ വന്നതാണ്, അല്ലാണ്ട് ഞാൻ കോഴ്സോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും. സ്റ്റേജ് സ്കൂളിൽ കോളേജിലൊക്കെ സ്റ്റേജ് പെർഫോം അതൊക്കെ ഉണ്ടായിരുന്നു. അതല്ലാണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആക്ടിങ് പരമായിട്ട് അല്ല, അഭിനയപരമായിട്ടൊന്നും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. കുറെ ഓഡീഷൻസ് പങ്കെടുത്താണ് മലർവാടി സെലക്ട് ആകാൻ. ആഗ്രഹം, പാഷനുമാണ്.